ഹലോ, ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റമായിട്ടാണ്. നമ്മുടെ പിങ്ക് കാരമൽ സേമിയ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ പായസത്തിന്. നല്ല ഒരു മണവുമാണ് നമ്മുടെ പായസത്തിന്. ഈ കാരമലിൻ്റെയൊക്കെ പ്രത്യേക ടേസ്റ്റാണ് ആ പായസത്തിനുള്ളത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ റെസിപ്പിയിലോട്ട് പോയാലോ? നമ്മുടെ പിങ്ക് കാരമൽ സേമിയ പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ പിങ്ക് കളറിലുള്ള സേമിയ പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചുവട് കട്ടിയുള്ള ഒരു ചരുവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് തീയൊന്ന് കൂട്ടി വെച്ചിട്ട് നമുക്ക് ആ ചരുവൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒന്ന് കാരമൽ ചെയ്തെടുക്കാനാണ്. അതൊന്ന് ചെറിയ തീയിലിട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ പെട്ടെന്ന് തന്നെ അത് കളറൊക്കെ ഒന്ന് മാറി വന്ന് പഞ്ചസാരയൊക്കെ ഉരുകി കളറൊക്കെ ഒന്ന് മാറി വരുവേ. അപ്പോൾ കുറച്ച് നേരം നമുക്ക് അതൊന്ന് ഇട്ടിട്ട് നോക്കി വയ്ക്കാം. നമ്മുടെ പഞ്ചസാര ഉരുക്കുമ്പോൾ ചെറിയ തീയിലിട്ട് വേണം, സിമ്മിലിട്ടിട്ട് വേണം അതൊന്ന് ചെയ്തെടുക്കാനേ. അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റിനും വ്യത്യാസം വരും. പഞ്ചസാര കരിഞ്ഞും പോകും, അപ്പോൾ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും. പഞ്ചസാരയുടെ കളറെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. പഞ്ചസാരയുടെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂണ് നമ്മുടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് 1/2 കപ്പ് നമ്മുടെ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 1.5 ലിറ്റർ പാലാണ് എടുത്തേക്കണത്. നമ്മുടെ പശുവിൻ പാലാണ് എടുത്തേക്കണത്. അപ്പം അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ പാലൊക്കെ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ. അതുവരെയൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ പാലിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നിട്ട് നമ്മൾ പാല് 1.5 ലിറ്ററാണല്ലോ പാലെടുത്തത്. അപ്പോൾ 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിക്കണമായിരുന്നു. വീഡിയോയിൽ പെട്ടില്ല. അപ്പോൾ ആ പാലിൽ വെള്ളം ഒഴിച്ച് അത് നല്ലതുപോലെ ആ പാല് നല്ലതുപോലെ വെട്ടി തിളച്ച് വരുമ്പോൾ ഞാൻ ഒരു കപ്പ് സേമിയാണ് എടുത്തേക്കണത്. റോസ്റ്റഡ് സേമിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മുടെ സേമിയ വേവിക്കുക. സാധാരണ നമ്മൾ സേമിയ പായസം ഉണ്ടാക്കുന്ന പോലൊക്കെ അല്ല ഇത്. കാരമൽ ചെയ്തത് കൊണ്ടിട്ട് കുറച്ച് സമയം പിടിക്കും നമ്മുടെ സേമിയൊക്കെ ഒന്ന് വെന്ത് വരാനായിട്ട്. അപ്പം നമ്മൾ അടച്ചു വെച്ച് വേവിക്കരുത്. അടച്ചു വെച്ചാൽ നമ്മൾ പാലെല്ലാം തിളച്ച് തൂവും. അപ്പം നമുക്ക് സേമിയ വേവിച്ച് വരുന്ന വരേക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. സേമിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഒന്ന് കുറുകിയതുപോലെ ആയിട്ടുണ്ട്. സേമിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 2-3 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ആയാലും ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി കേട്ടോ. അവിടെ പഞ്ചസാര നമ്മുടെ മധുരമൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് നമുക്കൊരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിതിനകത്ത് ഏലക്ക അല്ലെങ്കിൽ വാനില എസെൻസ് ഇതൊന്നും ഒഴിക്കണമൊന്നുമില്ല. അപ്പോൾ അതെല്ലാം ഒഴിച്ച് വരുമ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. ഏലക്കയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ടേസ്റ്റൊക്കെ മാറിപ്പോകും. നമ്മൾ ഇതിനകത്ത് അതൊന്നും ചേർക്കണില്ല. നമ്മൾ ഇതൊന്ന് നമുക്ക് കശുവണ്ടിയൊക്കെ ഒന്ന് നെയ്യിലൊന്ന് വഴറ്റിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ സേമിയ ഈ ചെറിയ തീയിൽ തന്നെ ഇവിടെ കിടന്നോട്ടെ കേട്ടോ. നമുക്ക് അപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ കശുവണ്ടിയൊക്കെ ഒന്ന് താളിച്ചെടുക്കാം. നമ്മളിവിടെ നമ്മുടെ കശുവണ്ടി ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു ടീസ്പൂണ് നമ്മുടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ കിസ്മിസ് ഒന്നും ചേർത്തണില്ല, കശുവണ്ടി മാത്രമൊന്നും എടുക്കണം. അതൊന്ന് ഫ്രൈ ആകട്ടെ കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഫ്രൈ ആക്കി വെച്ചേക്കണ നമ്മൾ തീ ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഫ്രൈ ആക്കി വെച്ചേക്കണ കശുവണ്ടി ഇട്ട് കൊടുക്കാം.
ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സേമിയ പായസം, പിങ്ക് പായസം റെഡി ആയിട്ടുണ്ട്. ഇതിരിക്കും തോറും ഒന്നുകൂടെ കുറുകി വരും, അതാണ് ഇതിൻ്റെ പാകം. ഒന്നുകൂടെ കുറുകി വരണതിന് നമുക്ക് ചൂടോടുകൂടി വേണമെന്നുണ്ടെങ്കിൽ സെർവ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പിങ്ക് കാരമൽ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഈ ഓണത്തിന് ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് മറക്കുകയും ചെയ്യരുത് കേട്ടോ. ഒരു പ്രാവശ്യം കുടിച്ചാൽ മതി, നമുക്ക് പിന്നെയും കുടിക്കാൻ തോന്നും, അത്രയും ടേസ്റ്റാണ്. അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് വീണ്ടും വീണ്ടും പറയാണ്, ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ഓണത്തിനൊന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, അത്ര ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.